അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദാമ്പത്യം ആജീവനാന്ത ആനന്ദത്തിന് എന്ന പേരിൽ അബൂബക്കർ ഷർവാനി എഴുതിയ പുസ്തകമാണ് വായിക്കുന്നത്. ആദ്യമായി പുസ്തകത്തിന്റെ ആമുഖം. ദാമ്പത്യം കാതിൽ പറയാനുണ്ട്. ഈ ശീർഷകത്തിൽ അവിവാഹിതർക്കൊരു പഠന ശിബിരം 1996 ഓഗസ്റ്റിൽ തിരുനാവായയിൽ വെച്ച് നടത്തപ്പെടുകയുണ്ടായി. 25 രൂപ ഫീസ് നിശ്ചയിച്ചായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ധാരാളം ചെറുപ്പക്കാർ ക്യാഷ് മുടക്കി ആവേശത്തോടെ ശിബിരത്തിനെത്തി. മനഃശാസ്ത്രജ്ഞരും സാമൂഹ്യ ശാസ്ത്രജ്ഞരും കർമ്മശാസ്ത്ര വിശാരദരും ശിബിരത്തിന് നേതൃത്വം നൽകി. ആ ചെറുപ്പക്കാരുടെ ഹൃദയത്തിൽ തിങ്ങി വിങ്ങിയിരുന്ന നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ഈ യുവാക്കളുടെ ഹൃദയത്തിൽ വിവാഹ സംബന്ധമായി ഒളിപ്പിച്ചുവെച്ച ആശകളും ആശങ്കകളും പങ്കുവെക്കാനും അവരുടെ മനസ്സിന്റെ ആഴത്തിലേക്ക് എത്തി നോക്കാനും ഈ പഠന ശിബിരം ഏറെ സഹായകരമായി. വിവാഹത്തിലേക്ക് കാലുവെക്കാൻ കാത്തിരിക്കുന്ന യുവാക്കൾക്കു വേണ്ടി ഇങ്ങനെയൊരു ശിബിരം സംഘടിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രതിഭാസം ഏറെ കുഞ്ഞുനാളിൽ തന്നെ എന്നെ ചിന്തിപ്പിച്ചു. എന്റെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിവിധ സ്വഭാവക്കാരും ആശയക്കാരും വിശ്വാസികളും ആയത് എന്തുകൊണ്ടാണ്? ഞാൻ സ്കൂൾ വിട്ട് വീട്ടിൽ വന്നാൽ പള്ളിയിൽ പോകുന്നു, മറ്റു സുഹൃതങ്ങളായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. എന്റെ തൊട്ടടുത്തിരിക്കുന്ന മാധവനും കാരിക്കുട്ടിയും രാധയും അമ്പലത്തിൽ പോകുന്നു, രാമനെയും ഗണേശനെയും ആരാധിക്കുന്നു. അവർ നിക്കറും ഷർട്ടും ധരിച്ചു വരുന്നു. ഞാൻ മുണ്ടെടുത്ത് വെള്ള ധരിച്ച് സ്കൂളിൽ തൊട്ടുരുമിയിരിക്കുന്നു. ഈ വൈവിധ്യവും വൈരുദ്ധ്യവും എങ്ങനെയുണ്ടാകുന്നു? ഏറെ കഴിഞ്ഞാണ് ഈ പ്രതിഭാസത്തിന് ഉത്തരം കണ്ടെത്താനായത്. മാധവനും കാരിക്കുട്ടിയും രാധയും വരുന്നത് ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ്. ഞാൻ വരുന്നത് ഇസ്ലാമിക ചുറ്റുപാടിൽ നിന്നുമാണ്. വസ്ത്രധാരണം തൊട്ട് ആചാര അനുഷ്ഠാനങ്ങൾ, പെരുമാറ്റ ചേഷ്ടകൾ എല്ലാം അവരുടേതായ പശ്ചാത്തലത്തിൽ നിന്ന്, വീടിന്റെ അകത്തളത്തിൽ നിന്ന് ലഭിച്ചതാണ്. എന്നെ മുസ്ലിമാക്കിയത് എന്റെ വീടാണ്. മാധവനെയും മാധവിയെയും ഹിന്ദുവാക്കിയത് വീടാണ്. വർക്കിയെ ക്രിസ്ത്യാനിയാക്കിയതും അവരുടെ വീടാണ്. അതായത് അവരുടെ മാതാപിതാക്കളാണ്, കുടുംബ സാഹചര്യങ്ങളാണ്. ഈ സത്യം വളരെ ലളിതമാണ്. വ്യക്തി, കുടുംബം, സമൂഹം എല്ലാം ജന്മമെടുക്കുന്നത് പാരമ്പര്യം, പരിസ്ഥിതി എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ഒരാൾ മണ്ണാനാകുന്നതും തീയനാകുന്നതും കൊല്ലനാകുന്നതും നല്ലവനാകുന്നതും ചീത്തയാകുന്നതും ഈ കുലതന്തുവിന്റെ നിർണായക സ്വാധീനത്തിലാണ്. അതിനാൽ ഉത്തമ സമൂഹ സൃഷ്ടിക്ക് ഉത്തമ കുടുംബ സംവിധാനമാണ് ഏകമാർഗം. ഒരു കാലത്ത് പാവനമായി അംഗീകരിക്കപ്പെട്ടിരുന്ന മാനുഷിക ബന്ധങ്ങൾക്കിന്ന് തീരെ വില കൽപ്പിക്കപ്പെടുന്നില്ല. അചഞ്ചലമെന്നും സനാതനങ്ങളെന്നും വിശ്വസിച്ചിരുന്ന മൂല്യങ്ങൾക്കിന്ന് ഉലച്ചിൽ തട്ടിയിരിക്കുന്നു. ദാമ്പത്യത്തിലെ വിശ്വസ്തതയെ സംബന്ധിച്ച സങ്കല്പങ്ങൾ, കുടുംബത്തോടുള്ള പ്രതിബദ്ധത, ജോലിയോടുള്ള മനോഭാവം, അവനവനെ പറ്റിയുള്ള ധാരണ പോലും അവ്യക്തമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഈ പട്ടിക വളരെ നീണ്ടതാണ്. ഈ മൂല്യച്യുതിയുടെ കാരണങ്ങൾ തേടി അകലെയൊന്നും പോകണമെന്ന അഭിപ്രായം എനിക്കില്ല. ഇതിന്റെ വ്യക്തമായ കാരണം നമ്മുടെ അകത്തളം തന്നെയാണെന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. അതായത് വ്യക്തിയിലൂടെ കുടുംബത്തെ അർത്ഥപൂർണമാക്കാൻ ഉതകുന്ന വിധം പുനഃസൃഷ്ടിക്കുക. ഇതല്ലാതെ വേറെ മാർഗമില്ല. ആധിയും വ്യഥയും സംഘർഷങ്ങളും അസ്വസ്ഥതകളും അക്രമങ്ങളും നിസ്സംഗതയും നിശ്ചലതയും പടരാൻ കാരണം ഓരോരുത്തരും ജനിച്ചു വളർന്ന പശ്ചാത്തലങ്ങൾ തന്നെയാണ്. എന്റെ കുടുംബം മുസ്ലിയാർ കുടുംബമാണ്. പിതാമഹന്മാർ മുസ്ലിയാക്കളായിരുന്നു, പിതാവും മുസ്ലിയാരായിരുന്നു. അങ്ങനെ ഞാനും മുസ്ലിയാരായി. ഇബ്രാഹിം ഹാജി കർഷകനാണ്. പിതാവും പിതാമഹനും കർഷക പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നവരാണ്. കുഞ്ഞാപ്പുട്ടി തനി തണ്ടാണ്. അവന് ധർമ്മചിന്തയില്ല, മൂല്യങ്ങളില്ല, താന്തോന്നിയാണ്. അവനെ അങ്ങനെ ആക്കിയതും പാരമ്പര്യവും കുടുംബ പശ്ചാത്തലവുമാകാം. ഇതൊരു പ്രകൃതി നിയമം പോലെ പിന്തുടരപ്പെടുന്നതാണ്. എന്നാൽ അപവാദങ്ങൾ ഇല്ലെന്നല്ല. മനുഷ്യന് അവന്റെ സ്വകാര്യ സാമൂഹ്യ അടിത്തറ തന്നെ തകർന്നിരിക്കുന്നു. അധർമ്മവും അരാജകത്വവും പടർന്നു കയറുന്നു എന്ന് വിലപിക്കുന്നവരുണ്ട്. വിലപിക്കുകയും വേണം. അതിന് വിവിധങ്ങളായ പരിഹാരങ്ങൾ ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ യഥാർത്ഥ കാരണം കണ്ടെത്തി ചികിത്സിക്കുന്നവർ ഏറെ വിരളമാണ്. കരളിന് ക്യാൻസർ ബാധിച്ചതിന് വിരലിൽ തൈലം പുരട്ടുകയാണ് ചിലർ. ഈ ധർമ്മച്യുതികളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ ആരും തയ്യാറല്ല എന്നാണ് അനുഭവം.
ഇവയ്ക്ക് എല്ലാമുള്ള ഒറ്റമൂലി വീടിന്റെ അകത്തളം നന്മ കൊണ്ടും സ്നേഹം കൊണ്ടും പ്രകാശപൂരിതമാക്കുക എന്നതാണ് എന്റെ ദൃഢമായ വിശ്വാസം. ഇതാണ് ഇങ്ങനെയൊരു പഠന ശിബിരം സംഘടിപ്പിക്കാൻ ഉൾപ്രേരണയുണ്ടായത്. അന്നത് ഒരു ചൂടായി പരിഹസിച്ചവർ തന്നെ ഇന്ന് അത്തരം പഠന കോഴ്സുകൾ സംഘടിപ്പിക്കുന്നു. സന്തോഷം. തുടർന്നുള്ള പ്രവർത്തനം എന്ന നിലക്ക് സന്താന പരിപാലനത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു പഠനം നടത്തി. അതായത് കുട്ടികളെ എങ്ങനെ വളർത്താമെന്ന പേരിൽ 1980 ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ചു. അതിന്റെ നിരവധി പതിപ്പുകൾ ഇറങ്ങി. അന്ന് തന്നെ കുടുംബത്തിന്റെ അടിത്തറയായ വിവാഹത്തെ സംബന്ധിച്ച് ആഴത്തിലുള്ള ഒരു പഠനം പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷേ വളരെ വൈകിയാണ് ഇത് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത്. ആനന്ദപൂർണമായ ദാമ്പത്യത്തിനും ഉത്തമ സമൂഹ സൃഷ്ടിക്കും അനിവാര്യ ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഐശ്വര്യപൂർണമായ കുടുംബത്തിന്റെ മുഖ്യ ചേരുവ എന്താണ്? ഉത്തമ സമൂഹ സൃഷ്ടിക്കുള്ള ഇണയെ എങ്ങനെ തിരഞ്ഞെടുക്കാം തുടങ്ങി വിവാഹത്തിന്റെ ഉള്ളറകളിലേക്ക് എത്തി നോക്കിയപ്പോൾ അതൊരു മഹാപാരാവാരമായാണ് അനുഭവപ്പെട്ടത്. ദാമ്പത്യത്തിലെ കയറ്റവും ഇറക്കവും നിരപ്പും അഗാധ ഗർത്തങ്ങളും വളവും തിരിവും ചുഴയും ചാഴയും പഠിക്കാൻ തുടങ്ങിയപ്പോൾ എന്റെ കണ്ണുകൾ ഉടക്കി നിന്നത് മനഃശാസ്ത്ര മാസികകളിലും മറ്റും പ്രസിദ്ധീകരിച്ച മനഃശാസ്ത്രപരമായ കത്തുകളിലാണ്. മനുഷ്യ മനസ്സിന്റെ ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളുടെ അഗാധതയിലേക്ക് എത്തിനോക്കാൻ അത് ഏറെ സഹായകമായി. അവിശ്വസനീയമെന്ന് നാം വിചാരിക്കുന്ന ദാമ്പത്യത്തിൽ ഒരിക്കലും സംഭവിക്കില്ലെന്ന് നാം ധരിച്ച ചില വിവരണങ്ങളും ഈ കത്തുകളിൽ കണ്ടെത്താൻ കഴിഞ്ഞു. മനുഷ്യ മനസ്സിൽ ഗോപ്യമാക്കി വച്ച സംഘർഷങ്ങളും സങ്കടങ്ങളും കത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. അതിനാൽ അത്തരം കത്തുകളും കുറിപ്പുകളും അവലംബിച്ചാണ് ഈ പഠനം ഏറെയും പുരോഗമിക്കുന്നത്. വിവാഹ ജീവിതത്തിലെ ആശകളും ആശങ്കകളും സംഘർഷങ്ങളും എല്ലാം ലളിതമായി മനസ്സിലാക്കാൻ ഇത് സഹായകരമാകുമെന്ന് ഞാൻ കരുതുന്നു. ദാമ്പത്യത്തിലെ പ്രധാന ഘടകമായ സെക്സ് സംബന്ധമായും ഏറെ അജ്ഞതയും അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നു എന്നും പഠന ശിബിരത്തിൽ നിന്നും മനസ്സിലാക്കാനായി. ദാമ്പത്യ പരാജയത്തിന്റെ മുഖ്യ കാരണം അജ്ഞതയാണ്. വിവാഹത്തെ സംബന്ധിച്ചും അനുബന്ധ കാര്യങ്ങളെക്കുറിച്ചും ഒട്ടേറെ മിഥ്യാധാരണകളും സങ്കല്പങ്ങളുമാണ് പലരും വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യങ്ങളും മിഥ്യാധാരണകളും ഏറ്റുമുട്ടുമ്പോൾ ആത്മബന്ധത്തിന്റെ അടിത്തറ തന്നെ ഇളകുന്നു. ഭാര്യ എന്ന സ്ത്രീ ആരാണ്? ഭർത്താവ് എന്ന പുരുഷൻ ആരാണ്? ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ ഇണകളിൽ നിന്നും തേടുന്നതും പ്രതീക്ഷിക്കുന്നതും എന്താണ്? വിവാഹത്തിന്റെ ആത്യന്തിക ലക്ഷ്യമെന്താണ്? അതെങ്ങനെ നേടിയെടുക്കും തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പഠിച്ചു വേണം ദാമ്പത്യം എന്ന പരീക്ഷ വിജയിക്കുവാൻ. തുള്ളലിൽ വിവാഹത്തിലേക്ക് എടുത്തു ചാടുന്നതാണ് ദാമ്പത്യം ദുരിതപൂർണമാകാൻ ഒരു കാരണം. ഗോപ്യമായി നിലകൊള്ളുന്ന ലൈംഗികതയെ സംബന്ധിച്ച് അജ്ഞത വളരെ വ്യാപകമാണ്. തന്റെ ലൈംഗിക ശേഷി തൃപ്തികരമാണോ? ഇണയെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ? ലിംഗത്തിന്റെ വലുപ്പം എത്ര വേണം? തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുമായാണ് പലരും വിവാഹവേദിയിലെത്തുന്നത്. ഇക്കാര്യത്തിലുള്ള അജ്ഞത അകറ്റലായിരുന്നു പഠന ശിബിരത്തിന്റെ ഒരു ലക്ഷ്യം. അതൊരു ചെറിയ മുറിക്കകത്ത് മാത്രം ചർച്ച ചെയ്താൽ മതിയാകില്ല എന്നും യുവതി യുവാക്കളെ തദ്വിഷയത്തിൽ കൂടുതൽ അവബോധമുണ്ടാക്കാൻ ഒരു ഗ്രന്ഥം രചിക്കണമെന്നും അന്ന് തീരുമാനിച്ചതായിരുന്നു. ഗോപ്യമാക്കപ്പെടുന്ന ഇത്തരം അറിവ് പുസ്തകത്തിലൂടെ പകർന്നു നൽകുന്നതാണ് ഏറ്റവും യോജ്യമായത്. ദാമ്പത്യവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും, പ്രത്യേകിച്ച് സെക്സ്, മാതാപിതാക്കൾക്കോ സഹോദരി സഹോദരന്മാർക്കോ ഒരു ഗുരുവിന് തന്നെയും പരത്തി പറഞ്ഞു കൊടുക്കാൻ പ്രയാസമുണ്ടാകും. തന്റെ മകൻ അല്ലെങ്കിൽ തന്റെ മകൾ വിവാഹിതരാകാൻ പോകുന്നു. അവരുടെ ദാമ്പത്യ ജീവിതം ഇന്ന രൂപത്തിലായിരിക്കണം, സെക്സും സ്നേഹവും ഇന്ന ഭാവത്തിലായിരിക്കണം. മാതാപിതാക്കൾക്ക് ഇത് പഠിപ്പിക്കാൻ ചില പരിമിതിയുമുണ്ട്. അറിവ് ശാസ്ത്രീയമായി പരിചയമുള്ളവരിൽ നിന്നും ചോദിച്ച് അറിയാനും പഠിക്കാനും കഴിയുമെങ്കിലും ഈ വക കാര്യങ്ങൾ ചോദിച്ചറിയാൻ സങ്കോചമുണ്ടാകും. താൻ പരിഹാസപാത്രമാകുമോ എന്ന ഭീതിയും യുവതി യുവാക്കളെ പിന്തിരിപ്പിച്ചേക്കാം. ഇവിടെയാണ് പുസ്തകങ്ങളുടെ പ്രസക്തി. പുസ്തകങ്ങളിൽ നിന്നും ഇത്തരം ഗോപ്യമായ വിഷയങ്ങൾ മനസ്സിലാക്കാനാണ് സാധാരണ മഹാഭൂരിപക്ഷവും ശ്രമിക്കുന്നത്. ഇതിൽ തെറ്റൊന്നുമില്ല. എന്നു മാത്രമല്ല, തദ്വിഷയത്തിലുള്ള പ്രഗത്ഭരുടെ പുസ്തകം വായിച്ചു പഠിക്കുകയാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. ഒരു ഉത്തമ ലൈംഗിക ദാമ്പത്യ ശാസ്ത്ര പുസ്തകം ഉത്തമമായ ലൈംഗിക ദാമ്പത്യ ജീവിതത്തിലേക്ക് നയിക്കാൻ പോന്ന മാർഗരേഖ തന്നെയാണ്. സ്ത്രീ പുരുഷ മനസ്സും ശരീരവും ദാമ്പത്യത്തിലെ മുള്ളും മലരും മുന്നൊരുക്കങ്ങളുടെ
കരുക്കളും മറ്റും പ്രതിപാദിക്കുന്ന ഒരു ഉത്തമ ഗ്രന്ഥം. അവന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വഴികാട്ടിയാണ് എന്നതിൽ സംശയമില്ല. പക്ഷേ അത് പ്രാകൃതമായ വർണ്ണനകളാൽ ലൈംഗികോത്തേജനം ജനിപ്പിക്കുന്നത് ആകരുത്. അത്തരം ചേരുവകൾ ഒരു പുസ്തകത്തിൽ ഉണ്ടായാൽ ശാസ്ത്ര വസ്തുതകൾ അവഗണിക്കപ്പെട്ടേക്കും. ശാസ്ത്രീയവും മാനസികവുമായ മാർഗനിർദ്ദേശങ്ങൾക്ക് പ്രാമുഖ്യം കൽപ്പിക്കാത്തതും ശ്ലീലത്തിന്റെ സീമ ലംഘിക്കപ്പെട്ടതുമായ പുസ്തകങ്ങൾ വിശുദ്ധ ഫലമാണ് ഉളവാക്കുക. പടം കാണാനും മനസ്സിനെ ഇക്കിളിപ്പെടുത്താനും മാത്രം രചിക്കപ്പെട്ട അത്തരം പുസ്തകങ്ങൾ മാർക്കറ്റിൽ ധാരാളവുമുണ്ട്. ഇത് വായിച്ച് ലൈംഗിക വൈകൃതങ്ങളിലേക്കും അവിഹിത വീഴ്ചകളിലേക്കും വഴുതി പോകുന്നവരും വിരളമല്ല. വെളുക്കാൻ തേച്ചത് പാണ്ടായിത്തീരുന്ന സങ്കടകരമായ അവസ്ഥയാണ് ഇത്തരം പുസ്തകങ്ങളും സീഡികളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ദാമ്പത്യത്തെക്കുറിച്ചും സെക്സ് സംബന്ധമായും രചിക്കപ്പെട്ട പുസ്തകങ്ങൾ അധികവും തിയറികളാണ്. അവ പ്രായോഗിക തലത്തിലെടുക്കുമ്പോൾ വിശദീകരണത്തിനും വ്യാഖ്യാനത്തിനും അതീതമായി മറ്റൊരു മാനമുണ്ടായേക്കാം. വിചാരങ്ങളും വികാരങ്ങളും ഇഷ്ടാനിഷ്ഠാനങ്ങളും ഒക്കെയുള്ള രണ്ട് സമ്പൂർണ്ണ വ്യക്തികളുടെ പരിപൂർണ സംഗമമാവണമല്ലോ ദാമ്പത്യം. ഇവിടെ വ്യക്തിയുടെ വികാര വിചാരങ്ങളും ചേഷ്ടകളും ഒരു മാപിനി വെച്ച് അളക്കാനാവില്ല. അതുകൊണ്ട് തിയറി പറയുന്ന രീതിയിലല്ല ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. സാധാരണ പുസ്തകരചനാ രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനം നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ നിന്ന് ആസ്വദിക്കാനും അറിയാനും കഴിയും. നടേ പറഞ്ഞതുപോലെ മനഃശാസ്ത്രജ്ഞരോടുള്ള ചോദ്യങ്ങളുടെ വിശകലനങ്ങളും സംഭവകഥകളിലൂടെയുമാണ് ഈ പുസ്തകത്തിന്റെ പഠനം പുരോഗമിക്കുന്നത്. ഇത് തിയറിക്ക് അപ്പുറം പ്രായോഗിക തലത്തിലുള്ള പുതിയ ഒരു അവബോധം സൃഷ്ടിക്കാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം. മറ്റെവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ഈ പുതുപുത്തൻ രീതി യഥാർത്ഥ ദാമ്പത്യ ജീവിതത്തിന്റെ മധുരം നുകരാൻ നിങ്ങളെ സഹായിക്കുമെന്ന് തീർച്ച. ഈ പുസ്തകം വായിച്ചു രസിക്കാനുള്ളതല്ല എന്ന് എന്റെ മാന്യ വായനക്കാരെ അല്ലെങ്കിൽ കേൾവിക്കാരെ ഓർമ്മപ്പെടുത്തുന്നു. വിജ്ഞാനം ബോധമണ്ഡലത്തിൽ മാത്രം എത്തുന്നത് കൊണ്ട് കാര്യമില്ല. അത് അബോധ മനസ്സിലേക്ക് കടന്നു ചൊല്ലണം. നിങ്ങളിൽ മൂടുറച്ച തെറ്റിദ്ധാരണകളും മിഥ്യാസങ്കല്പങ്ങളും മനസ്സിൽ നിന്നും പിഴുതെറിയണമെങ്കിൽ അബോധ മനസ്സിൽ അറിവ് പതിഞ്ഞു കിടക്കണം. ഭൂമിയുടെ ഉപരിതലത്തിൽ വീഴുന്ന മഴവെള്ളം കുറേ ഭാഗം മുകൾ പരപ്പിലൂടെ ഒഴുകിപ്പോകുന്നു, മറ്റൊരു ഭാഗം അടിമണ്ണിലേക്ക് വാർന്നിറങ്ങുന്നു. ആ വെള്ളമാണ് ഭൂമിയിൽ കായ്കനികളും പുഷ്പങ്ങളും മുളപ്പിച്ച് വർണ്ണാഭമാക്കുന്നത്. ഇതുപോലെ അബോധതലത്തിലെത്തിയ ജ്ഞാനം മാത്രമേ വൈചാരിക തലങ്ങളിൽ പരിവർത്തനമുണ്ടാക്കൂ. അതിനാൽ ഈ പുസ്തകം നിങ്ങൾ വേദപുസ്തകമായി കരുതണം. ആവർത്തിച്ച് വായിച്ച് മനസ്സിന്റെ അഗാധതയിൽ ആശയങ്ങൾ പതിപ്പിക്കണമെന്നാണ് ഗൗരവപൂർവ്വം ഉപദേശിക്കുന്നത്. വിവാഹം, ദാമ്പത്യം, പ്രേമം, സ്നേഹം, സെക്സ്, ഇണയുടെ ആശയാഭിലാഷങ്ങൾ ഇവയൊന്നും മനസ്സിലാക്കിയല്ല പലരും വിവാഹവേദിയിലേക്ക് എടുത്തു ചാടുന്നത്. ഇങ്ങനെ വിവരമില്ലാതെ കെട്ടിക്കുടുങ്ങിയവർ ഏറെയുണ്ട്. അത്തരക്കാർക്ക് കുരുക്കഴിക്കാൻ ഈ പുസ്തകം വഴികാട്ടിയാകും എന്നാണ് എന്റെ വിശ്വാസം. അതിനാൽ അവർക്ക് ഈ പുസ്തകം നിങ്ങൾ പരിചയപ്പെടുത്തണം. വിവാഹ സമ്മാനമായി നൽകാം. അത് അവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത മധുരാനുഭവമായി നിലനിൽക്കുക തന്നെ ചെയ്യും. സ്വന്തം മക്കളോട്, ഭാര്യയോട്, സഹോദരനോട് പറയാൻ ശങ്കിക്കുന്നവർ ഈ പുസ്തകം വാങ്ങി സമ്മാനിക്കുക. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഈ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് രക്ഷിതാക്കൾ മക്കൾക്കും ഭർത്താവ് ഭാര്യയ്ക്കും കാമുകൻ കാമുകിക്കും ഈ ഗ്രന്ഥം വാങ്ങിക്കൊടുക്കുന്നത് അവർ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. വിവാഹ സംബന്ധമായി വാല്യങ്ങൾ തന്നെ എഴുതാനുണ്ട്. വിശാലമായ ഒരു വിഷയമാണ് ഇത്. ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവനും ആസ്വദിക്കേണ്ട ഭൗതിക അനുഭൂതിയാണല്ലോ ദാമ്പത്യം. പക്ഷേ ശാരീരികമായ കാരണങ്ങളാൽ വളരെ ചുരുക്കി സമഗ്രമായ ഒരു ആഴത്തിലുള്ള പഠനം മാത്രമേ ഇവിടെ അവതരിപ്പിക്കുന്നുള്ളൂ. എന്നാലും വിഷയങ്ങൾ ഏറെക്കുറെ വസ്തുനിഷ്ഠമായി വിവരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാന ആവശ്യവും സ്വപ്ന സാക്ഷാത്കാരവുമായ ദാമ്പത്യത്തിന്റെ സുന്ദരമായ മധു നുകരാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ എന്റെ ശ്രമം സഫലമായി. ആശങ്കകളും സംശയങ്ങളും വിങ്ങുന്ന മനസ്സുകൾക്ക് കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പുസ്തകം വളരെ സഹായമാകും. ഈ പുസ്തകം സഹായകരമായാൽ ഞാൻ ധന്യനായി. എന്റെ മറ്റെല്ലാ രചനകളും സഹർഷം സ്വീകരിച്ച കരങ്ങളിലിതാ തികച്ചും നൂതനമായ ഒരു രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രഭാപൂരിതമാക്കുന്ന ഒരു നൈത്തിരി. നിങ്ങളുടെ ദീപ്തമായ ദാമ്പത്യത്തിന് സർവ്വവിധ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് വിനീതൻ അബൂബക്കർ ഷർവാനി.